ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 46, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. അയീത്തെ പ്രളയാപദൗ വിഭോ ക്ഷിതിത്തോയാദി സമസ്തഭക്ഷിണഃ മൃദുപാശനദോരുജാ ഭവേ ദിദീഭീതാ ജനനീ ചുകോപസാം. അന്വയം, അർത്ഥം. അയീ വിഭോ, അല്ലയോ ഏതിനും ശക്തനായവനെ, പ്രളയാപദോ, പ്രളയകാലത്തിൽ, ക്ഷിതിതോയാദി സമസ്തഭക്ഷിണ, പൃഥിവി, അപ്പ് തുടങ്ങിയവയെല്ലാം ഭക്ഷിക്കുന്ന തേ അങ്ങയ്ക്ക്, മൃദുപാഷണത അല്പം മണ്ണ് തിന്നത് നിമിത്തം, രുജ ദുഃഖം രോഗം, ഭവേത് ഉണ്ടാകും, ഇതി എന്ന വിചാര നിമിത്തം, ഭീത ഭയപ്പെട്ടവളായ, സ ആ ജനനി അമ്മ യശോദ, ചുകോപ കോപിച്ചു. ഹരിവും. സാരം: പ്രളയാവസരത്തിൽ പഞ്ചഭൂതങ്ങളെയും ഭക്ഷിക്കുന്ന ഭഗവാന് അല്പം മണ്ണ് അകത്തു ചെന്നാൽ രോഗമുണ്ടാകും എന്ന വിചാരം യശോദയെ കോപിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു. ഹരി ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. അയീതും വിനയാത്മകത്വയാ കിമു മൃത്സാപദാ വത്സഭക്ഷിതാ ഇതി മാതൃഗിരം തിരം വിഭോ വിദനാം ത്വം പ്രതിജജ്ജിഷേ ഹസൻ. അന്വയം, അർത്ഥം. ഐ ദുർവിനയാത്മക, അല്ലയോ ദുർവിനയമുള്ളവനെ, വത്സ പുത്ര, ത്വയ നിന്നിൽ, കിം എന്തിന്, മൃത്സ മണ്ണ്, ഭക്ഷിത ഭക്ഷിക്കപ്പെട്ടു, ബദ കഷ്ടം, ഇതി ഇപ്രകാരമുള്ള, മാതൃകരം അമ്മയുടെ വാക്ക്, ഹേ വിഭോ അല്ലയോ നാഥ, ചിരം വളരെ നേരം, തും അങ്ങ്, ഹസൻ ചിരി തൂക്കിക്കൊണ്ട്, വിദധാം മിഥ്യയാണ് എന്ന്, പ്രതിജജ്ജിഷേ ഉറപ്പിച്ചു പറഞ്ഞു. ഹരിവും. സാരം: വിനയം വെടിഞ്ഞ് മണ്ണ് തിന്നു കുസൃതി കാണിക്കുന്നതെന്തിനാണ് എന്ന് മാതൃവചനം കേട്ട് അങ്ങ് വളരെ നേരം ചിരിച്ചിട്ട് താൻ മണ്ണു തിന്നില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഹരിവും.